ഹലോ ഫ്രണ്ട്സ്. വിന്റർ ടൈമിൽ വീടിനുള്ളിലേക്ക് എടുത്തു വെച്ച വാഴയാണിത്. വീടിനുള്ളിൽ വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് ഇലകളൊക്കെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇത് വളരുന്നുണ്ട്. ഇന്ന് ഇതിൽ നിന്ന് ഒരു ഇല വെട്ടിയെടുക്കാൻ പോവുകയാണ്. വാഴയില ഉപയോഗിച്ച് ഇലയട ഉണ്ടാക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇലയടയുടെ ആവശ്യത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വീറ്റ് ഫ്ലവർ ആണ്. ഇത് 2 കപ്സ് ഉണ്ട്. ഗോതമ്പ് പൊടി. അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് 1 കപ്പ് അവലെടുത്ത് ഗ്രൈൻഡ് ചെയ്തതാണിത്. ഇത് ഹാഫ് കപ്പ് ഉണ്ട്. ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഇത് ഹാഫ് കപ്പ് ഉണ്ട്. അതും ഇതിനകത്ത് മിക്സ് ചെയ്യുന്നു. ഇതുപോലെയുള്ള അവലാണ് ഞാൻ എടുത്തത്. ഇത് മട്ട റൈസിൻ്റെ അവലാണ്. ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് രണ്ടും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് 1 or 2 മിനിറ്റ്സ് ഇതിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു നല്ല മണം വരുമ്പോൾ അത് നിർത്തണം. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അത് തണുക്കാനായിട്ടാണ്. റോസ്റ്റ് ചെയ്ത പൗഡർ തണുക്കുമ്പോഴത്തേനും വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് ഡേറ്റ്സ് നുറുക്കിയതാണ്. ഒരു ടീസ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഡേറ്റ്സ് നുറുക്കിയതിടുക. കുറച്ച് കാഷ്യൂസും ചേർക്കുന്നു. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ലൈറ്റ് ബ്രൗൺ ആകണമെന്നില്ല. ഇങ്ങനെ ചെയ്ത് ചേർക്കുന്നത് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇത് ഓപ്ഷനിലാണ്. അടുത്ത സ്റ്റെപ്പ്, റോസ്റ്റ് ചെയ്തിരിക്കുന്ന പൗഡറിലേക്ക് അല്പം സോൾട്ട് ചേർത്തു. ഇനി തിളച്ച വെള്ളം കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യുക. കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കുഴച്ചു വെച്ചു. ഇനി കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു വയ്ക്കുക. ഇനി അതിന് ഫില്ലിങ്സ് തയ്യാറാക്കുന്നു. ഇത് ഫ്രഷ് കോക്കനട്ട് ആണ്. രണ്ടായിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് സ്വീറ്റ് അല്ലാതെ ഒന്ന് സ്വീറ്റായിട്ടുമാണ് ഉണ്ടാക്കുന്നത്. അതിന് ചേർക്കാനുള്ള ചക്കര അഥവാ ജാഗരിയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ സിറപ്പാണ്. തേങ്ങയുടെ ഒരു കൂട്ടത്തിലേക്ക് അതിൽ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നു. ഇത് കാർഡമം ആൻഡ് ജീര പൗഡർ ആക്കിയതാണ്. അതിൽ ഓരോ ടീസ്പൂൺ ഇടുന്നു. 2 കൂട്ടത്തിലും ഇത് ചേർക്കുന്നുണ്ട്. വഴറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസ് ആൻഡ് ഡേറ്റ്സ് ചേർക്കുന്നു. ഇതുപോലെ ബോൾ പോലാക്കി അത് ഇലയിൽ വെച്ച് പരത്തുക. ഫില്ലിങ്സ് ഒരു സൈഡിൽ മാത്രം വയ്ക്കുക. ഇങ്ങനെ ഇത് മടക്കി വയ്ക്കുക. സ്റ്റീം വന്നതിന് ശേഷം സ്റ്റീമറിൽ വയ്ക്കുക. അടച്ച് കുക്ക് ചെയ്യുക. ഇലയുടെ റെഡി ഇൻ 30 minutes. താങ്ക്സ് ഫോർ വാച്ചിങ്.